ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് സവാളയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റുള്ള ഒരു കിഴങ്ങറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതിനായിട്ട് ആദ്യം വേണ്ടത് 1 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് മൂന്നുമാണ് ആദ്യം എടുക്കേണ്ടത്. ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇത് മൂന്നും കൂടി ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഇതിന് നല്ലൊരു മണമുണ്ട്. മണം പോവാതിരിക്കാനാണ് ഞാൻ മൂടി വെച്ചത്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇതിൽ ഒന്നോ രണ്ടോ ഒഴിക്കാം. ഞാൻ ഓയിലും നെയ്യും ഒക്കെ കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ആക്കിയത്. ഇത് 2 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം. 1 ടീസ്പൂൺ ഓയിലും കൂടി ഞാൻ ഒഴിച്ചിരുന്നു. ഇനി ഇതിൽ 2 ബേ ലീഫ്, 4 ഗ്രാമ്പ്, ഒരു കറുത്ത ഏലക്ക, ഒരു 7-8 കുരുമുളക്, ഇത് ഇത്രയും കൂടി ഈ നെയ്യിൽ ചേർത്ത് കൊടുക്കാം. ഇനി തീ അല്പം കുറച്ച് വെച്ച് ഒന്ന് വഴറ്റാം. കുറച്ച് വെച്ച് വഴറ്റുമ്പോൾ ഈ മസാലയിലുള്ള മണമെല്ലാം നെയ്യിൽ വരും. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന മസാല ഇതിൽ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായമാണ് ഞാനിപ്പോൾ ചേർത്തത്. 3 അല്ലെങ്കിൽ 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞ് അതും കൂടി ചേർത്തു. കൂടുതൽ എരി വേണം എന്നുള്ളവർക്ക് ഇതിൽ കൂടുതൽ ചേർക്കാം. 1/2 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഇപ്പോൾ ഇട്ടത്. ഇനി 3 മീഡിയം സൈസ് തക്കാളിയാണിത്, ചെറുതായി അരിഞ്ഞ് അതും കൂടി ഇട്ടു. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മസാല കരിയാതിരിക്കാനായിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു. ഞാൻ എപ്പോഴും വെള്ളം ഒഴിച്ചാണ് മസാല വഴറ്റാറ്. 4 പച്ചമുളക് നെടുകെ കീറിയതാണ്. ഇനി ഇതിൻ്റെ ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായി കുക്കാവട്ടെ. ഏകദേശം 4 മിനിറ്റോളം ആയി. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിൽ 4 പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേവിച്ച പൊട്ടറ്റോ ആണ്. ഇനി ഇതിൽ 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. വെള്ളം ഒഴിച്ച് ഇനി മൂടി വെച്ച് വേവിക്കണം. അതിനു മുമ്പായിട്ട് ഇതിൽ 2 പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം. 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ആണ് ഞാനിപ്പോൾ ചേർത്തത്.
ഞാനിപ്പോൾ ചേർത്തത് 1/2 ടീസ്പൂൺ ആംചൂർ പൗഡറാണ്. വേണമെങ്കിൽ ചേർത്താൽ മതിയാവും, ഇത് ഓപ്ഷണലാണ്. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ മാങ്ങയുടെ തൊലി ഉണക്കി പൊടിച്ചതാണ്. ഇനി താളിക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കശ്മീരി ചില്ലി ഇട്ടു. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇനി ഇത് പൊട്ടറ്റോ കറിയിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ വരും. അതുവരെ എല്ലാവർക്കും ബൈ.